നമസ്കാരം. ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. കരുതിക്കൂട്ടിയുള്ള കൃത്യമായ ഗൂഢാലോചന, വ്യക്തമായ മാസ്റ്റർ പ്ലാൻ, അതിലിരയാക്കിയതാകട്ടെ ഇ.പി. ജയരാജനെയും. പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ മറുഭാഗത്ത് ചിലർ പറയുന്നു ഇ.പി. ഇതേപോലെ കൃത്യമായി ഗൂഢാലോചന നടത്തി വ്യക്തമായ ഒരു മാസ്റ്റർ മൈൻഡോടുകൂടി തിരഞ്ഞെടുത്ത ആ ദിവസം പോലും എന്തിനു വേണ്ടി എന്നുള്ള കൃത്യമായ സൂചന CPM-ന് പ്രത്യേകിച്ചും പിണറായി വിജയന് നൽകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ജീവിക്കുന്ന രക്തസാക്ഷിയെ തുടർച്ചയായി അവഗണിക്കുന്നുവെന്നും ഇ.പി.യെ CPM ഇഞ്ചിഞ്ചായി കൊല്ലുന്നുവെന്നാണ് പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇ.പി.യെ പിന്നിൽ നിന്നും കുത്തുന്നത് ആരാണ്? ഇ.പി.യെ എന്തിനവഗണിക്കുന്നു? പിണറായി വിജയൻ കഴിഞ്ഞാൽ പാർട്ടിയിൽ തലമുതിർന്ന നേതാവ്, അടുത്ത മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യനായ വ്യക്തിയെന്ന് പലരും നേരത്തെ വാഴ്ത്തിപ്പാടിയ ഒരു നേതാവായിരുന്നു ഇ.പി. ആ ഇ.പിയുടെ കടക്കൽ തന്നെ കത്തിവെച്ചത്, വെട്ടി നിരത്തിയത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം പലപ്പോഴും ഇ.പി. അറിയാതെയെങ്കിലും പല പ്രസ്താവനകളിലൂടെയും പല മുഖഭാവങ്ങളിലൂടെയും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിരുന്നാലും പാർട്ടിക്ക് ഒത്ത കമ്മ്യൂണിസത്തിന് ഉദാത്ത മാതൃകയായി ഇ.പി. ഇപ്പോഴും നിലകൊള്ളുന്നുവെന്നാണ് താൻ ഓരോ തവണയും ഓരോ വേദികളിലും എത്തുമ്പോൾ എടുത്തു പറയുന്നത്. ആത്മകഥ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇ.പി. ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയതും സെക്രട്ടേറിയറ്റ് പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ പങ്കെടുത്ത് മടങ്ങിയതുമാണ് വാർത്തയായിരിക്കുന്നത്. അത് സംബന്ധിച്ച ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനോടൊന്നും തന്നെ പറയാനായി ജയരാജൻ തയ്യാറായില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. പുതിയൊരു വിവാദം താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടലെടുക്കുമെന്ന ഭീതിയായിരിക്കാം ഒരുപക്ഷേ ഇ.പി. ജയരാജൻ്റെ മൗനത്തിന് പിന്നിൽ. പുതിയ വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടാക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം ഒരുപക്ഷെ പാർട്ടി മുതിർന്ന നേതാക്കൾ ഇ.പിക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. അദ്ദേഹം അതുകൊണ്ട് തന്നെ കൃത്യമായ വിശദീകരണം പാർട്ടിക്കും കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി പാർട്ടി നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്, ഏറ്റവും നിർണായകമായിട്ടുള്ളത്. എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് സമയത്തൊന്നും തന്നെ ശക്തമായ ഒരു നിലപാടിലേക്കോ നടപടിയിലേക്കോ പാർട്ടി കടക്കില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. സംസ്ഥാന നേതൃയോഗങ്ങളിൽ നിന്നും കുറേ കാലമായി ഇ.പി. ജയരാജൻ വിട്ടുനിൽക്കുകയായിരുന്നു. പല പരിപാടികൾക്കും ആരോഗ്യ കാരണങ്ങളും മറ്റ് അസൗകര്യങ്ങളും പറഞ്ഞ് ഇ.പി. അകന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാകുന്നതും അതിൽ തനിക്ക് പങ്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കഴിഞ്ഞ ദിവസം പാലക്കാട് സരിന് വേണ്ടിയിട്ടുള്ള പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത് സരിനെ പറ്റി പുകഴ്ത്തി പറയേണ്ട ഒരു ഗതികേട് പോലും ഇ.പിക്കുണ്ടായി. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് ഇ.പി. എത്തിയിരുന്നു. ആത്മകഥാ വിവാദം കരുതിക്കൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണെന്നും താൻ എഴുതിയതല്ല പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് ജയരാജൻ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് പിന്നിൽ ആര് പ്രവർത്തിച്ചു? അത് കണ്ടെത്താനായി CPM-ന്റെ സംഘടനാ സംവിധാനത്തിന് കഴിയില്ലേ? ഒരിക്കലും ഇ.പി. പറയാത്തൊരു കാര്യം, ഇ.പി. അറിയാത്തൊരു കാര്യം എങ്ങനെയാണ് ഇ.പിയുടേതെന്ന പേരിൽ അതും ഒരു പ്രമുഖ പബ്ലിഷേഴ്സ് പുറത്തുവിടുന്നത്? പ്രസാധകർ അങ്ങനെ അത് പുറത്തുവിടുന്നെങ്കിൽ അതിന് കൃത്യമായ സോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് CPM-ന്റെ തന്നെ വേണ്ടപ്പെട്ട ചിലരായിരിക്കുമെന്നുള്ള സംശയമാണ് ഉടലെടുക്കുന്നത്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം താൻ അറിയാതെയാണെന്ന് ജയരാജൻ വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ നേതാക്കൾ ഇതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കുമെന്നും കരുതുന്നില്ല. പക്ഷേ ഇ.പിയോട് ആലോചിക്കാതെ പ്രസാധകർ അത് പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങിയെന്ന വാദം ഒരു പക്ഷേ ശരിയായിരിക്കുമെന്ന് CPM കരുതുന്നുണ്ടായിരിക്കും. എന്തായിരുന്നാലും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാർട്ടിയെ പിന്നെയും വെട്ടിലാക്കി, കൂടുതൽ കുരുക്കിലാക്കി, വീണ്ടും വിവാദ ചുഴി ഉയർത്തിയ ഇ.പിക്കെതിരെ കടുത്ത അതൃപ്തി തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. LDF കൺവീനർ പദവിയിൽ നിന്നും നീക്കിയ അന്നു മുതൽ M.V. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ സംസ്ഥാന നേതൃത്വത്തോട് വലിയ അകൽച്ച തന്നെയാണ് ഇ.പി. ജയരാജൻ പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറിയായി കുറച്ചു കാലമെങ്കിലും ആ കസേരയിൽ ഇരിക്കണമെന്ന ആഗ്രഹം ഇ.പി. ജയരാജനും ഉണ്ടായിരുന്നിരിക്കും. അതൊന്നും തന്നെ പൂവണിയാതെ പോയതിലുള്ള അമർഷവും അകൽച്ചയും ഒക്കെ തന്നെയാണ് നിലവിൽ പല രീതിയിൽ പല ബോംബുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏവരും വിമർശിക്കുന്നത്, പ്രത്യേകിച്ചും രാഷ്ട്രീയ നിരീക്ഷകർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബോംബ് പൊട്ടിച്ചു, ശേഷം ഉപതെരഞ്ഞെടുപ്പിലും അതേ ബോംബ് തന്നെ വീണ്ടും കൂടുതൽ പ്രഹരശക്തിയോടുകൂടി തന്നെ ഇ.പി. വിതച്ചിരിക്കുന്നു. ആത്മകഥയിലെ പുറത്തുവന്ന ഭാഗത്തെ ഇ.പി. പൂർണ്ണമായും നിരസിക്കുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന് നേതൃത്വത്തോടുള്ള അമർഷം ഇതിലൂടെയൊക്കെ തന്നെ വളരെ വ്യക്തമായി വായിച്ചെടുക്കാവുന്നതാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിലുമാണ് നേതൃത്വം തന്നോട് നീതി കാട്ടാത്തതായി ജയരാജൻ പറഞ്ഞു വെക്കുന്നത്, പറയാതെയെങ്കിലും പറഞ്ഞു വെക്കുന്നത്. പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ താനാണ് ഏറ്റവും അധികം കൂടുതൽ കേരളത്തിൽ CPM-ൽ വേട്ടയാടപ്പെട്ടിട്ടുള്ളതെന്ന് ഇ.പി. പുസ്തകത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു. തനിക്കെതിരെ നടന്ന ഗൂഢാലോചനകൾ പലതും പാർട്ടിക്കുള്ളിൽ നിന്നാണെന്നുള്ള പരോക്ഷ സൂചന ഈ പുസ്തകത്തിലൂടെ വായിച്ചെടുക്കേണ്ടതാണ്. പാർട്ടിയുമായി യോജിച്ചു പോകാൻ തീരുമാനിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ.പിയെ പാർട്ടിയും സർക്കാരും
അതിൻ്റെ തലപ്പത്തുള്ളവർ പിന്നിൽ നിന്ന് കുത്തി തന്നെയാണ് ഈ ആത്മകഥ നാടകീയമായി പുറത്തുവിട്ടതെന്നാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ MPയും ആക്ഷേപിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിന് നൽകിയ പരാതിയിൽ ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നാൽ കേരളം തന്നെ കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചനയുടെ ചുരുളായിരിക്കും അഴിയാൻ പോകുന്നത്. സമുന്നതനായ ഒരു നേതാവിനെ കുരുതി കൊടുക്കാൻ CPM എന്ന പാർട്ടി തന്നെ നടത്തിയ വൃത്തികെട്ട കളികളുടെ ഞെട്ടിപ്പിക്കുന്ന ഏടുകൾ ഇതിലൂടെ തന്നെ പുറത്തു വരുമെന്നാണ് സുധാകരൻ പറയുന്നത്. ഇത് തുറന്നു പറയാൻ ഭയക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ആത്മകഥ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിനെ പോലും അദ്ദേഹം പ്രതികൂട്ടിൽ നിർത്തുന്നു. CPMലെ ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിലേക്ക് കോൺഗ്രസിനെ വലിച്ചിഴയ്ക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. എന്തിനേറെ പറയുന്നു, DC ബുക്സിനെയും അദ്ദേഹം പ്രതികൂട്ടിൽ നിർത്തി കേരളത്തിൽ വിശ്വാസ്യതയും മാന്യതയും പുലർത്തുന്ന പ്രസിദ്ധീകരണ സ്ഥാപനത്തെയാണ് ഇത്തരത്തിൽ പ്രതികൂട്ടിലാക്കുന്നത്. ഇനി ജയരാജൻ നൽകിയ വക്കീൽ നോട്ടീസിന് അവർ മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒന്നിലധികം തവണ ചർച്ച നടത്തി ജയരാജൻ അനുരഞ്ജനത്തിന്റെ പാതയിലായിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ ശക്തി വീണ്ടെടുത്താൽ അത് ഭീഷണിയായി കരുതുന്നവർ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തത്. അതേസമയം മറുഭാഗത്ത് CPMന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി EP ജയരാജനെ പാർട്ടി തുടർച്ചയായ അവഗണനകൾ കൊണ്ട് പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയാണെന്നാണ് മുൻ ഇടത് സഹയാത്രികൻ കൂടിയായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പ് അവകാശപ്പെടുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ ജയരാജനെ ഏപ്രിലിൽ CPM പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. പിണറായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിലുള്ള സീനിയറായ നേതാവ് EP ജയരാജൻ. എന്നാൽ EPയെ തഴഞ്ഞാണ് കോടിയേരി ബാലകൃഷ്ണനും A. വിജയരാഘവനും MV ഗോവിന്ദനും ഒക്കെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി മാറിയത്, പിണറായി ആക്കിയത്. 1980-ൽ DYFIയുടെ പ്രഥമ പ്രസിഡന്റായ ജയരാജനെ ഒരിക്കൽ പോലും CPM പോളിറ്റ് ബ്യൂറോയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള നിലവിലെ PB അംഗങ്ങളായിട്ടുള്ള MA ബേബിയും MV ഗോവിന്ദനും എന്നിവരൊക്കെ തന്നെ ജയരാജനേക്കാൾ ജൂനിയർ ആണെന്ന് വേണം മനസ്സിലാക്കാൻ. പിണറായി വധശ്രമത്തിൽ വാടക കൊലയാളികൾക്കിരയായതുപോലും ജയരാജനാണ്. കഴുത്തിന് വെടിയേറ്റ ജയരാജൻ 30 വർഷമായി ചികിത്സയിലാണ്. അസഹനീയമായ കഴുത്തുവേദനയും ശ്വാസ തടസ്സവും മൂലം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. VS പിണറായി ചേരിപ്പോരിൽ പിണറായി പക്ഷത്തിന്റെ പ്രധാന പോരാളി പോലും ജയരാജനാണ്. ലാവ്ലിൻ കേസിൽ CBI പിണറായി വിജയനെ പ്രതിയാക്കിയപ്പോൾ പോടാ പുല്ലേ CBI എന്ന മുദ്രാവാക്യം വിളിക്കാനുള്ള ധൈര്യം കാട്ടിയതും ജയരാജനായിരുന്നു. ദേശാഭിമാനിക്ക് വേണ്ടി ജയരാജൻ 2 കോടി രൂപ വാങ്ങിയത് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചായിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിക്ക് വേണ്ടിയാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ജയരാജൻ തൻ്റെ ആത്മദുഃഖം ജീവിത സായാഹ്നത്തിൽ ആത്മകഥയിൽ പ്രകടിപ്പിച്ചാൽ അതൊരു തെറ്റായി കാണാൻ ആർക്കും തന്നെ കഴിയില്ല. പക്ഷേ CPM ഇപ്പോൾ ജയരാജനെ നക്കിയും ഞെക്കിയും കൊല്ലാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇതിൽ കുറിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.